സ്കൂട്ടി ഡ്രൈവ് ചെയ്ത് ശേഷം പോയിട്ട് അങ്ങനെ ബോർഡർ കഴിഞ്ഞ് വെറുതെ ചെക്കിങ് ഉണ്ടായിരുന്നു. പോയിന്റ് ചെക്കിങ് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ കൈയിടത് പോലീസ് ഓഫീസർ എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പത്തെ ബ്ലോഗ് ഒറ്റയ്ക്ക് സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴാണ് ഇങ്ങനെ ഇരുട്ടി എത്താൻ പോയത് ഒറ്റക്കാണ്. അത് വണ്ടി ഞാൻ വീട്ടിലേക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് വിഷയമാക്കി കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഒറ്റക്കാനുള്ളത്. അപ്പോൾ ഒരു കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക്. അപ്പോൾ ഊട്ടി എത്താണ് ആകുമ്പോഴുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഇരുട്ടി പാലമാണ് ചെയ്യുന്നത്. നമുക്ക് കാരണം ഇരുട്ടിയിൽ ഇങ്ങനെ അങ്ങനെ ഫൈനൽ എന്ന് പറയാ വാനാട് എത്തിയിട്ടുണ്ട്. ഒറ്റക്കാണ് ഗൈസ്, സോളോ. നല്ല വിശപ്പുണ്ട്. അതിന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടാണ് നോക്കുമ്പോൾ നമുക്ക് മൂക്ക് ഇതാക്കല്ലേ ഗൈസ്. ഞങ്ങൾക്ക് ബാക്ക് ക്യാമറ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ആയിട്ടുള്ളത്. എന്നാലും നല്ല വിശപ്പുണ്ട്. 3:30 മണി. കുറച്ച് അച്ചാറെടുത്ത് വെറുതെടുത്ത് അങ്ങനെ ആവശ്യത്തിൻ്റെ കൊടി കാണിച്ച് ഒരു കുപ്പി വെള്ളവുമായിട്ടുണ്ട്. ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഊട്ടി സ്ട്രൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുന്ന കഴിക്കാന്ന് ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ച് ഒരു ഭംഗിയുള്ളവരൊക്കെ തോന്നി. നിങ്ങൾക്ക് കാണിച്ചത് വിചാരിച്ച് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ആക്കിയിട്ട് ഞാൻ കാണിച്ചത്. ഒരു സ്ഥലം നോക്കിയാണ് പശു. അവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ അങ്ങനെ ഫുള്ള് വിശാലമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇതേ നടുക്ക് റോഡ്. വലത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കുട്ടികളെല്ലാം വലത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കുട്ടികളെല്ലാം കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മിന്നാകുമ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ എന്താ പറയുക, നമ്മളെല്ലാം എത്രയോ ഭാഗ്യവന്മാരാന്ന് വിചാരിച്ച് പോകുക. അതുകൊണ്ടാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നെല്ലാവരും ഇങ്ങനെ പറയുന്നത്. നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരെയും കാട്ടി ബെറ്റർ ലൈഫാണ് പഠിച്ചാൽ നമുക്ക് തന്നിട്ടുള്ളതെന്നുള്ളത്. ഇത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം പോലെ ആയി ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ വേറെ നല്ലൊരു വ്യൂ പോയിന്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ഗൈസ്. ഇതൊരു ഇറങ്ങി ഫുള്ളും മലയും അതിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങളും താഴെ കുറച്ച് വയലും കാര്യവും പിന്നെ കുറച്ച് വീട്. ബ്യൂട്ടിഫുൾ ഗൈസ്.
ഗൈസ് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബന്നാന്ന് ഗൈസ്. ടോട്ടൽ 3 ജലജ ബേക്കറിന്ന്. അടിച്ച് ഒച്ച കേട്ടോളെ. അടിച്ച് പൊട്ടുകാര് അതാ തമിഴ്നാട് ബോർഡർ എത്തി ഗൈസ്. ഊട്ടി ഗൂഡല്ലൂർ കോയമ്പത്തൂർ മൈസൂർ. ഊട്ടിയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഊട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ മുന്നോട്ടേക്ക് നമുക്ക് വിടാം ഗൈസ്. അങ്ങനെ ബോർഡർ കഴിഞ്ഞ് വെറുതെ വയ്ക്കുന്നത് ചെക്കിങ് ഉണ്ടായിരുന്നു. പോയിന്റ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ കൈയിടത് പോലീസ് ഓഫീസറല്ലോ. അവിടെ പോന്ന് ചോദിച്ച് ഊട്ടിന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഡിക്കി അങ്ങനെ ഓപ്പൺ ആക്കാൻ പറഞ്ഞ് മറ്റേ ബെന്നെ അത് ചെയ്യില്ലാന്നാ ചോദിച്ചത്. ബെന്നാന്ന് പറഞ്ഞ് എന്താ പറയുക പോക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നാളെ മെഡിസിനും വെച്ചിട്ടുണ്ട് കയ്യിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട്. അപ്പോൾ ആരും ഓഫീസർ ഇങ്ങനെ കഞ്ചാവാണോ പറഞ്ഞു. ഞാൻ പറയുന്നത് മെഡിസിൻ അത് എന്തെങ്കിലും മെഡിസിൻ ചോദിച്ചപ്പോൾ അതിൻ്റെ പേഴ്സണൽ അതിൻ്റെ കാര്യം ആര് പോലീസ് ഓഫീസറോട് പറയേണ്ടത്. പക്ഷെ അതിൻ്റെ ഓഡിയൻസിനോടൊക്കെ പറയില്ല, അത് പേഴ്സണലാണ്. മറ്റേ ഇത് മെഡിസിനാന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങനെ മറ്റേ അങ്ങനെ വിട്ടാല്ല. ഇപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ 2 മണിക്കൂറോളം ഇങ്ങനെ പോകാനുണ്ട് ഗൈസ്. ഇരുട്ടാവാനായി എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. കുറച്ച് നല്ല പൂക്കളുള്ള ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആവേശം പോലെ തോന്നിപ്പോയി ഗൈസ്. അതാണ് ഇങ്ങനെ കാണിച്ചായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടിൽ നോക്കും ഗൈസ്. സ്കൂട്ടി ഡ്രൈവ് ചെയ്ത് ശേഷം എൻ്റെ പോയിട്ട് വരുന്ന ചുരം കയറി പറ്റും പൊന്നോ. തണുപ്പ് നിറാണ്. എൻ്റെ തണുത്ത് വരച്ച എൻ്റെ വണ്ടിൻ്റെ 2 മിററോ ബാക്ക് സൈഡിലോട്ട് അങ്ങനെ നീങ്ങി വന്നിട്ട് വെള്ളം നല്ല തണുപ്പ് എന്നാണ് പറയണത്. പറയാ ജാക്കറ്റ് കിട്ടിയായിരുന്നെങ്കിൽ തോന്നിപ്പോയാക്കിപ്പോൾ. ഇപ്പോൾ ഇനി 50 മിനിറ്റോളം ഇനി അങ്ങോട്ടുള്ളൂ. അപ്പോൾ അടുത്തിട്ട് കാണാം. ഓക്കെ അങ്ങനെ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല തണുപ്പ് എന്നാണ് തണുത്ത് വറക്കുന്നതൊക്കെ. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. ഞാനൊരു ചായ അടിക്കട്ടെ. ഓക്കെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അനക്ക് എന്തിനെ കേടാന്ന് ഇപ്പോൾ വിചാരിക്കുന്നതായി. എത്രയോ നാളെ വിചാരിക്കുന്നത് ഊട്ടി പോണോ എത്രയോ നാളെ വിചാരിക്കുന്നത്. ഇപ്പം ഫുള്ള് ഡ്യൂട്ടിയും കാര്യം ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതിൽ പെട്ടതൊക്കെയാണ് നിർത്താണോ തോന്നിക്കൊണ്ട് ആ പണിയൊക്കെ കൈ വറക്കുന്നതുകൊണ്ടാണ് വീഡിയോ വൈബ്രേറ്റ് നോക്കിയ അങ്ങനെ ചായ വറുത്തിട്ട് കുടിക്കണം. ഓക്കെ ചായ അടിച്ചിട്ട് ഒരു സമാധാനം. ബാക്കിയില്ല അങ്ങോട്ട് കാണിച്ചു തരാം. രാമ അത് ശരിക്കും ഡേഞ്ചർ ആയിരുന്നു കേട്ടോ. ചെറിയൊരു ആനപ്പിണ്ട വരെ കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ടല്ല വന്നത്. എന്നാലും ഇങ്ങനെ പേടിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിഞ്ഞതായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാം. അപ്പം ഇനി 50 കിലോമീറ്ററോളം ഇനി പോകാണ്ട്. യെസ് കുറേ നാളത്തിന് ശേഷം ഇങ്ങനെ ലോങ് പോകുന്നത്. എന്താ പറയുക
ഊട്ടിന്നുള്ളത് പോണം വിചാരിച്ചിട്ടില്ലോ, പക്ഷെ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇത് ഞാൻ ചായ കുടിച്ചത് ഫിനിഷ് ആക്കട്ടെ. അങ്ങനെ ചായ കുടിച്ച് എന്താ പറയുക, ഊട്ടിയിലൊക്കെ ഇങ്ങനെ റൂട്ടൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. കണ്ണൂർ ബസ് ഇങ്ങോട്ടേക്കാ, കണ്ണൂരിന്ന് ബസ് ഉണ്ട് ഗൈസ് ഇങ്ങോട്ട്. ഇപ്പം പോയ ബസ് കണ്ണൂർ ബസ്. ഓക്കെ ഗൈസ്, ഇപ്പം ഒരു പള്ളിക്കരഞ്ഞുള്ള ഊട്ടി എത്തി ഗൈസ്. ഊട്ടി എത്തി അങ്ങനെ ഒരു പള്ളിക്കരഞ്ഞുള്ള പള്ളിയിൽ സ്റ്റേ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുമായിരിക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ റൂം നോക്കാനുള്ള പ്ലാനല്ലേ. തണുത്ത് കൈ മരവിച്ചുള്ള കൈകരിപ്പോൾ വർക്ക് വളരെ നല്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഗൈസ്. ഫുള്ള് അൺപ്ലാനഡ് ആണ്, മൊത്തം പ്ലാനഡ് അല്ല ഈ വ്ളോഗ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഹോട്ടലിൽ നിന്നൊരു ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഊട്ടിൽ വരുന്നവര് ശ്രദ്ധയ്ക്ക് വരുമ്പോൾ റൂമും കാര്യമെല്ലാം ഉണ്ടോ നോക്കിയിട്ട് മാത്രം ഊട്ടിലേക്ക് വരിക. ആൾക്കാരെ കഷ്ടിച്ചിട്ട് ഒരു റൂം ഇപ്പോൾ കിട്ടിയില്ല, കൈ വറക്കണ്ടത് കഷ്ടിച്ചിട്ട് ഒരു റൂം ഇപ്പോൾ ഒരു 1:30 1:45 കാലിട്ട 1:45 ഇത് കാണുന്നത് 2 മണി. പിന്നെ 4:30 ആകുമ്പോൾ എത്തിക്കണം. ഓ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 4:52, 5 മണി ആവാതെ 5:30 വാങ്ങിയിരുന്നത്. പരിപാടിയായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്നെടുത്തിട്ട് കൈ തണുത്ത വെള്ളം ഗൈസ്, തണുത്ത വെള്ളം കൈക്കാകുമ്പോൾ കൈ വറക്കുന്നു. അപ്പോൾ അത് തേച്ചതും അതിനനുസരിച്ചാകുമ്പോൾ അത്താഴം ഗൈസ്. അപ്പോൾ അത് കൂടി നമുക്കത് കാണാം ഗൈസ്. അങ്ങനെ അത്താഴം ബെൻഡ് വൈ ഗൈസ്, ബെൻഡ് വൈ ബെൻഡ് വാങ്ങിയത് നന്നായി. ഒന്ന് പാർസൽ വാങ്ങി, ഒന്ന് ആടുന്ന് കഴിച്ചും ചെയ്ത് വയനാട്ടിൽ വയനാട് ടാപ്പിൽ. അതുപോലെ വാട്ടർ ബോട്ടിലും വാങ്ങി വെച്ചത് വളരെ നന്നായി. അപ്പോൾ ഇങ്ങനെ ട്രാവലിങ് ചെയ്തതിനിടയിൽ നേന്ത്രപ്പഴ റോബോസ്റ്റ പിന്നെ എന്തെങ്കിലുമൊന്ന് കയ്യിൽ വെച്ച, പ്രത്യേകിച്ച് വെള്ളം വച്ചിട്ട് കയ്യിൽ വെച്ചോ. വെള്ളം ബോഡിക്ക് എന്തായാലും ഫസ്റ്റ് വേണ്ടത്. അപ്പം നമുക്ക് അത്താൻ വയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയത് വരില്ല. അപ്പം ഞാനൊന്ന് അത്താൻ കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുന്ന് വിടാതെ അപ്പം ഇതായത് ആൾക്ക് റൂം റെഡിയാക്കി. ഓരോ റൂമും കാര്യം നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ കിട്ടി. കുറച്ച് വില കുറവിന് അനുസരിച്ചിട്ടാണ് ആൾക്ക് ആ രീതിയിൽ റൂം കിട്ടിയിട്ടുണ്ടായത്. പേര് രാജേഷ് നല്ല മനുഷ്യരുണ്ടാ. ആ റൂം കാര്യത്തില് അടിപൊളി കാര്യം. അതിന് ഊട്ടി വരുന്നവർക്ക് ഈ റൂമിലാണ് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വരാം. അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ വലിയ ഒന്നില്ലെങ്കിൽ ഓക്കെ, ഉള്ളത് വെച്ച് നമുക്ക് കടക്കാനുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ഓക്കെ ഓക്കെ ഗൈസ്. വണ്ടി എടുക്കാൻ വന്നപ്പോൾ കണ്ടൊരു കാര്യം, വണ്ടി വാശാക്കത്തിൽ വെച്ചിട്ട് കാണുന്നത് പെട്ടെന്ന് നമുക്കൊന്നും ഓക്കെ ആക്കില്ല. നല്ല കുഴപ്പമില്ല, എന്നാലും വാശാക്കിയാണ് മനസ്സ്.
ഓക്കെ ഗൈസ്, അവിടെ എല്ലാവരും നോക്കി വെച്ചാൽ ഞാൻ നിന്ന റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂം എല്ലാവരും ഒരു ബിൽഡിങ് ഗൈസ്, ഡെലക്സ് റൂം SR കോട്ടേജ്. ഇത് ഇതാ ഞാൻ റിട്ടേൺ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് നല്ലൊരു കാഴ്ച ഗൈസ്. നടുക്ക് വെള്ളം, അതിൻ്റെ അപ്പുറം ഇപ്പുറം അഞ്ച് അവിടെ കൂർഗിൻ്റെ എല്ലാ ഭാഗങ്ങളും വരുന്നത് ഗൈസ്. അടിപൊളി സ്ഥലം ഗൈസ്. അപ്പോൾ ഇത് അങ്ങോട്ട് റിട്ടേൺ വിടുകയാണ്. കഷ്ടത്തോ പറഞ്ഞ് മനസ്സിലാക്കാണ്ടാണ് ആഗ്രഹമായിരുന്നു കാണുക. അങ്ങനെ ജനങ്ങളെ കാണാൻ കൂടുതൽ വിചാരിച്ചതാണ്. പക്ഷേ വേറെ അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന കഴിക്കുന്നത് ഷൂട്ടിങ് പോയിട്ട് നേർച്ചൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മേലത്തിലുള്ള വ്യൂ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചാൽ ഓക്കെ ഗൈസ്. നല്ലൊരു എന്താ പറയുക, ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി നേരമാണ്, അടിപൊളി ഗൈസ്. അവിടെ റോഡ് ഫുള്ളും മലയും കാടും ഗൈസ്. ക്യാമറയിൽ അത്ര ക്വാളിറ്റി കിട്ടുന്നില്ല ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ അടിപൊളി. ടിക്കറ്റ് 30 രൂപയാണ്. അതെന്തായാലും മുതലാവുന്നില്ല. കുറച്ച് പിക്കൽ എടുത്താണ്. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.